ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു തുടങ്ങി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPMൻ്റെ 7-6 സിറ്റിംഗ് MP-മാരും 4 സിറ്റിംഗ് MLA-മാരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. CPIയുടെ 2 സിറ്റിംഗ് MLA-മാരും മത്സരക്കളത്തിലുണ്ട്. LDF ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരുങ്ങുന്നതിൻ്റെ സൂചനയാണ് സ്ഥാനാർത്ഥി ലിസ്റ്റ്. കാസർഗോഡ് KP സതീഷ് ചന്ദ്രൻ, കണ്ണൂർ PK ശ്രീമതി ടീച്ചർ, വടകര P ജയരാജൻ, ചാലക്കുടി ഇന്നസെൻ്റ്, അതിൽ ഇടുക്കിയിൽ ജോയ്സ് ജോർജ്, പൊന്നാനിയിൽ PV അൻവർ. ഇത്രയും സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളായി UDF-ൽ മുസ്ലിം ലീഗും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഏതാനും ദിവസങ്ങൾക്കകം UDF-ൽ കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. BJP-യും സ്ഥാനാർത്ഥി നിർണയ തിരക്കിലാണ്. ദിവസങ്ങൾക്കുള്ളിൽ കേരളം സമ്പൂർണ്ണ തെരഞ്ഞെടുപ്പ് ചൂടിലാവും. AC വേണുഗോപാലല്ലേ ആദ്യം MLA സ്ഥാനത്ത് നിൽക്കുമ്പോഴല്ലേ മത്സരിച്ചത്. ഗവർണർ സ്ഥാനം കുമ്മനം രാജിവെച്ചിട്ടില്ലേ മത്സരിക്കുന്നത്. അതിലൊന്നും എല്ലാവരും എല്ലാ കാലവും നിയമസഭയിൽ തന്നെ നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല. പൊതുവായ ദേശീയ രാഷ്ട്രീയ സാഹചര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ, പിന്നെ ഇവിടെ കോഴിക്കോട് പാർലമെൻറ്റിൻ്റെ മണ്ഡലത്തിൻ്റെ പരിധിയിലെ വികസന പ്രശ്നങ്ങൾ, ഇത് ആണ് ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന കാര്യങ്ങൾ. പൊന്നാനി മണ്ഡലത്തിലെ 40 വർഷമായി നിൽക്കുന്ന വികസന മുരടിപ്പുണ്ട്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു MLA-ക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. ആ വികസന മുരടിപ്പിനെതിരെ അവിടെ ഒരു വോട്ടുണ്ട്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കും. ഇവർ 4 പേരും CPM-ന്റെ സിറ്റിംഗ് MLA-മാരാണ്. CPI-യിലെ C ദിവാകരനും ചിറ്റയം ഗോപകുമാറും കൂടി ചേരുമ്പോൾ LDF-ൽ നിന്ന് മത്സരിക്കുന്ന സിറ്റിംഗ് MLA-മാർ 6 പേരാകും. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: എങ്ങനെയും സീറ്റുകളുടെ എണ്ണം കൂട്ടണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് LDF കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഈ സീറ്റ് തിരിച്ചു പിടിക്കും, അതാണ് ഞങ്ങളുടെ തീരുമാനം. ഈ ലോകസഭാ സീറ്റിൽ കേരളത്തിൽ മറ്റൊരിടത്തുമില്ലാത്ത അതിശക്തമായ തീപാറുന്ന രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. MLA-മാർ ലോകസഭയിലേക്ക് മത്സരിക്കുന്നത് ഇതാദ്യമല്ല. പക്ഷേ 20 സ്ഥാനാർത്ഥികളിൽ 6 പേർ സിറ്റിംഗ് MLA-മാരാകുന്നത് ആദ്യമാണ്. മത്സരിക്കുന്ന MLA-മാർ ജനസ്വാധീനമുള്ളവർ തന്നെ. പക്ഷേ CPM-നും CPI-ക്കും മത്സരത്തിനിറക്കാൻ ഇത്രയധികം സിറ്റിംഗ് MLA-മാർ തന്നെ വേണ്ടിവരുന്നത് ആ പാർട്ടികൾ നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയുടെ സൂചനയാണ്. UDF സ്ഥാനാർത്ഥി പട്ടികയിലും MLA-മാർ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. CPM ഭൂരിപക്ഷ സീറ്റുകളിലും ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. പക്ഷേ ജനകീയരായ ജനപ്രതിനിധികൾ എന്ന നിലയിൽ നന്നായി ജോലി ചെയ്യുന്നവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഇവർക്കു പകരം വയ്ക്കാവുന്ന ആദർശധീരരും ജനപ്രിയരും പാർട്ടിയിൽ കുറവാണെന്ന സത്യം. കഴിഞ്ഞ തവണയും MLA-മാർ മത്സരിച്ചിട്ടുണ്ടല്ലോ. MABB കഴിഞ്ഞ തവണ MLA ആയപ്പോഴല്ലേ മത്സരിച്ചത്. MLA-മാർ മത്സരിക്കുന്നത് ആദ്യമായിട്ട് മത്സരിക്കുന്നതല്ല, മുൻകാലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. 2009-ൽ UDF-ന്റെ 4 MLA-മാർ കൂട്ടത്തോടെ മത്സരിച്ചിരുന്നു. അന്നവർ ജയിക്കുകയാണ് ചെയ്തത്. ലീഗ് സിറ്റിംഗ് MP-മാരെ തന്നെ കളത്തിലിറക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ മിഷനാണ്, ദൗത്യമാണ്. ആ ദൗത്യം ഞങ്ങൾ നിർവഹിക്കുന്നതിനുള്ള പ്രിപ്പറേഷനിലാണ്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂടിയാലോചിച്ചാണ് ഇപ്പം തന്നെ പാർലമെൻറ്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉജ്ജ്വലമായൊരു വിജയമുണ്ടാകും. അതിനുവേണ്ടി നിരന്തരമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. പാർട്ടി അർപ്പിച്ച വിശ്വാസം വളരെ വലുത് തന്നെയാണ്. ഒരു 3-ാം ഊഴത്തിന് ഒരാളെ നിയോഗിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഒരു വലിയ വിശ്വാസമാണ് പാർട്ടി അർപ്പിച്ചത്. CPM സ്ഥാനാർത്ഥി ലിസ്റ്റിൽ 3 പേർ പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്നവരാണ്. ഇവരാരും നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കുറ്റക്കാർ അല്ലെങ്കിലും ഇവരുടെ സാന്നിധ്യം ഈ പാർട്ടിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ദൂരമാണ് വ്യക്തമാക്കുന്നത്. അമ്മ എന്ന് പറഞ്ഞ സംഘടന അത് വർഷത്തിലൊരിക്കൽ കൂടുന്ന ഒരു സംഗമമാണ്. എല്ലാവരും തമ്മിൽ എന്തൊക്കെ ചെയ്യണം അമ്മ അടുത്ത ഈ വർഷത്തിൽ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇത് വന്നിരിക്കുന്നു, ആ കേസ് കോടതിയിൽ നിലനിൽക്കെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രസ്താവിക്കുക,
ഇന്നസെൻ്റ് ഇപ്പോൾ ഇതിനെ പറ്റി എന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേസിന് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. മാത്രമല്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളായിരിക്കും അതിൻ്റെ പിന്നാലെ നടക്കേണ്ട വരും. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കാതിരിക്കുകയാണ് ബുദ്ധി. അറിയാടൻ മകനും തന്നെയാണ് അതിന് നേതൃത്വം. കൂടെ പലരും ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറയണ്ടല്ലോ. ഞാൻ പൊതുരംഗത്തേക്ക് ഇറങ്ങി അന്ന് തൊട്ട് രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം വ്യക്തിപരമായിട്ടാണ് അദ്ദേഹം നേരിട്ടുള്ളത്. നാഷണൽ എർത്ത് സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവർ വന്ന് നോക്കട്ടെ, അവരല്ലേ ഇത് പറയേണ്ടത്. അത് നോക്കിയിട്ട് തീരുമാനമായിട്ട് പൂട്ട് തുറക്കാൻ നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ആ ഭൂമിയുടെ വിഷയം പറഞ്ഞ് വീണ്ടും വ്യക്തിഹത്യ നടത്താനും ഭീഷണിപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ ഭീഷണിക്ക് വഴങ്ങുന്ന പ്രശ്നം. എനിക്കെതിരെ ആ തരത്തിൽ കള്ളക്കേസുകൾ എടുത്തുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് പൊതു പ്രവർത്തനത്തിൽ ഇടുക്കിയിലെ ആളുകളോടൊപ്പം നിൽക്കുവാനുള്ള നിലപാടിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ ആ ശ്രമം എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടുക്കിയിലെ ആളുകൾക്ക് കൊടുത്ത വാഗ്ദാനം ഇടുക്കിയിലെ ജനതയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്ധിയില്ലാത്ത നിലപാടുകളുമായി അവരോടൊപ്പം നിൽക്കും എന്ന വാക്ക് പാലിക്കും. എന്റെ അവസാന ശ്വാസം വരെ ഒരു ഭീഷണിക്കും വഴങ്ങത്തില്ല. കേരളത്തിൽ സമീപ നാളുകളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടത് 2 വിഷയങ്ങളാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രസക്തിയുമാണത്. ഈ 2 വിഷയങ്ങളിലും പിന്തിരിപ്പൻ നിലപാടെടുത്തിട്ടുള്ള 3 പേരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയതിലൂടെ CPM സ്വന്തം സ്ഥാനാർത്ഥി ലിസ്റ്റിന്റെ തിളക്കമാണ് കുറച്ചത്. റവന്യൂ തരിശായ ഈ പ്രദേശത്ത് മനോഹരൻ എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരനെ മറയാക്കി കൊട്ടക്കാമ്പൂരിൽ MP എങ്ങനെ പട്ടികജാതിക്കാരെ മറയാക്കി ഭൂമി തട്ടിയെടുത്തോ അതേ രീതിയിൽ തന്നെ MP-യുടെ സഹോദരൻ അവിടെ സ്ഥലം തട്ടിയെടുക്കുകയും അത് മറിച്ചു വിൽക്കുകയും ചെയ്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിരിക്കുകയാണ്. അത്തരം ആരോപണങ്ങളൊന്നും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. അതെല്ലാം നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളാണ്. അതെല്ലാം പരിശോധിക്കുകയും അതിന് അർത്ഥമില്ലെന്ന് കണ്ടതുമാണ്. അതുകൊണ്ട് അത്തരം വിവാദങ്ങളൊന്നും ഈ ഇലക്ഷനിൽ ഏശാൻ പോകുന്നില്ല. എൻ്റെ സഹോദരൻ അവരുടെ ഭൂമി അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു. PT തോമസ് ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ കോൺഗ്രസിൻ്റെ അംഗമായി ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയും നടപടിയെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ജോയിസ് ജോർജിനെതിരെ ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്യേണ്ടത്. UDF ലിസ്റ്റിലും സിറ്റിംഗ് MLA-മാർ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിൽ ആരോപണ വിധേയർ എത്രയുണ്ടാകുമെന്ന് അറിയില്ല. പിന്നെയും ശങ്കരൻ തെങ്ങിൽ തന്നെ എന്ന പഴമൊഴിയുടെ തിരുത്തൽ നമ്മുടെ മുഖ്യധാരാ പാർട്ടികളുടെ പക്ഷത്തു നിന്നും അടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ചത്ത് കിടക്കുന്ന പൂച്ചക്കുട്ടി, നായ്ക്കുട്ടി, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളായിരുന്നു ഞങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിച്ചു. നമുക്കൊരു ഉത്തരവാദിത്തം, അതിൻ്റെ ഹെൽത്ത് നാടിൻ്റെ ഹെൽത്താണ്. കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ വർഷം ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ പരിപാടിയായിരുന്നു കനോലി കനാലിൻ്റെ ശുചീകരണം. ഇതോടെ കനാലിൽ തെളിനീരൊഴുകാനും കാണാനില്ലാതിരുന്ന മത്സ്യങ്ങൾ അടക്കമുള്ള ജലജീവികൾ പ്രത്യക്ഷമാവാനും തുടങ്ങിയിരുന്നു. എന്നാൽ മനുഷ്യ ഇടപെടലും തുടർ പ്രവർത്തനങ്ങളുടെ അഭാവവും കനാലിനെ വീണ്ടും മലിനമാക്കി തുടങ്ങിയിരിക്കുന്നു. നഗരത്തിന്റെ അഴകാകേണ്ടിയിരുന്ന കനാൽ മാലിന്യവാഹിനിയായി മരണത്തിലേക്കടുത്തപ്പോഴായിരുന്നു ഈ ജനകീയ ഇടപെടൽ. നഗരത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളും പേറിയ കനോലിയെ രക്ഷിക്കാൻ കോഴിക്കോട് തോളോട് തോൾ ചേർന്നു. അങ്ങനെ അവർ കൈമൈ മറന്ന് മാസങ്ങളോളം രംഗത്തിറങ്ങിയപ്പോൾ പിറന്ന പുതിയ ശുചീകരണ പദ്ധതിയിലൂടെ കനോലി കനാൽ വീണ്ടും കോഴിക്കോടൻ ജനതയുടെ അഭിമാനമായി. അന്നത്തെ കലക്ടർ UV ജോസായിരുന്നു എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത്. ഈ വാക്കുകളിലുണ്ടായിരുന്നു ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. കല്ലായിയും കനോലിയും അതുപോലെ കോരപ്പഴിയും കൂടെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കല്ലായിയിൽ തുടങ്ങാനാണ് വിചാരിച്ചത്. കാരണം ഈ കനോലിയുടെ വീതി കൂട്ടുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ഇത് വാട്ടർവേയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് തന്നെ ടേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 14 മീറ്റർ വീതിയിൽ ഇതിനെ മാറ്റണം. അപ്പോൾ നമുക്കിവിടെ ഒരു വലിയ വികസനം അത് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റില്ല. ക്ലീനിങ് ഡെഫിനറ്റ്ലി ചെയ്യണം. ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ക്ലീനിങ് ആണ്. അത് ഈ വികസനത്തിന് മുമ്പ് തന്നെ ചെയ്യേണ്ടതാണ്. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഓപ്പറേഷൻ കനോലി കനാലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും കൂടി 15 ദിവസം കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ
കനാലിൽ നിന്ന് നീക്കം ചെയ്തു. ഈ കാലയളവിൽ മാത്രം 11.2 കിലോമീറ്ററിൽ നിന്നും കോരിയെടുത്തത് 2513 ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യമായിരുന്നു. ഇതോടെ കനാലിന്റെ ഒഴുക്ക് പഴയതുപോലെ സ്വാഭാവികമായി. എല്ലാവരും മൂക്കുപൊത്തിയും അറച്ചും നിന്നിരുന്ന സ്ഥലങ്ങൾ കുളിർമയുള്ള കാഴ്ചകളുടെ ഇടങ്ങളായി. ഇതിനെ 8 സെക്ടറുകളാക്കി തിരിച്ചു. 8 സെക്ടറുകളിൽ ബോർഡുകൾ സ്ഥാപിച്ചു. ഓരോ സെക്ടറിലും പ്രാദേശിക കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ 17 കൗൺസിലർമാരാണ് 2 ഭാഗത്തായിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റികളുണ്ടായി. ആ ജനകീയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇതിലെ കുളവാഴകളും കാടുകളും നീക്കം ചെയ്തു. അതോടൊപ്പം അന്നത്തെ കലക്ടറുടെ മേയറുടെയും നേതൃത്വത്തിൽ ജനകീയ സമിതികൾ ശക്തി പ്രാപിക്കുകയും ഒപ്പം തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലീസ്, ഫയർഫോഴ്സ്, KSCB, ഇറിഗേഷൻ, CWRDM തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും ഇതിൽ സജീവ പങ്കാളിത്തം വഹിച്ചു. അങ്ങനെ 50 പേര് തുടങ്ങിയ ഒരു പ്രവർത്തനം 5000-ലേറെ പേരുകൾ അണിനിരത്തിക്കൊണ്ട് ഇത് വൻ വിജയകരമാക്കി മാറ്റി. സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയും കൊണ്ടാണ് ഈ സംവിധാനം നമ്മൾ ഫയർഫോഴ്സ് ആയാലും മറ്റ് സന്നദ്ധ സംഘടനകളായാലും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടെയുള്ള സഹകരണം ഉറപ്പുവരുത്തിയും കൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോയത്. സെക്ടർ 6 എന്ന് പറയുന്ന അരടുത്തുവാലം മുതൽ സരോവരം വരെയുള്ള ഭാഗമാണ് ഈ വാർഡിൻ്റെ പരിധിയിൽ വരുന്നത്. അവിടെയാണ് നമ്മൾ ജനകീയമായി 5 തവണയാണ് ശുചീകരിച്ചിട്ടുള്ളത്. പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല. ചിലയിടങ്ങളിലെങ്കിലും മാലിന്യങ്ങൾ വീണ്ടും പതിച്ചു തുടങ്ങി. ജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇപ്പോൾ കനാലിൻ്റെ പല ഭാഗത്തും കാണാം. പൈപ്പുകളിലൂടെ മാലിന്യം കനാലിലേക്ക് തള്ളുന്നതും പൂർണ്ണമായും ഇല്ലാതാക്കാനായിട്ടില്ല. ഇതോടെ തെളിനീർ പോലെ ശുചീകരിച്ച കനാലിൻ്റെ പ്രൗഢിക്ക് വീണ്ടും കോട്ടം തട്ടിത്തുടങ്ങി. മാലിന്യങ്ങൾ തള്ളുന്നത് കണ്ടെത്താൻ ക്യാമറ സ്ഥാപിക്കാനുള്ള തീരുമാനമടക്കം ഇതുവരെ നടപ്പാക്കപ്പെട്ടില്ല. അവിടെ വെളിച്ചക്കുറവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ ഹൈമാസ് പോലുള്ള ലൈറ്റുകൾ അവിടെ സ്ഥാപിച്ചും കൊണ്ട് കൂടുതൽ വെളിച്ചം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ക്യാമറ സംവിധാനം വാർഡ് തലത്തിൽ തന്നെ സംവിധാനം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നേറിയിരുന്ന കനാൽ ശുചീകരണ പ്രവർത്തനം മുടങ്ങിയത് തുടർ പ്രവർത്തനങ്ങൾ ഇല്ലാതായതോടെയാണ്. അതോടൊപ്പം സ്വാർത്ഥത മാത്രം കൈമുതലാക്കിയ ചിലർ മലിനജലം കനാലിലേക്ക് ഒഴുക്കാനും തുടങ്ങി. ഇതിനെതിരെ നടപടിയൊന്നും ഉണ്ടാകുന്നുമില്ല. കനാൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ കോർപ്പറേറ്റുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിലും ഏകോപിപ്പിക്കുന്നതിനും ശുചീകരണ കാലത്തെ വേഗതയിലേക്ക് പിന്നീട് പോയില്ല. ഇതോടെയാണ് തുടർ ശുചീകരണ പ്രവർത്തനങ്ങളും നിലച്ചത്. ഇപ്പോൾ കോർപ്പറേഷനായാലും പിന്നെ ഗവൺമെൻറ് ആയാലും ജില്ലാ ഭരണകൂടമായാലും ഈ ജനകീയ കനോലി കനാൽ ഓപ്പറേഷൻ എന്ന ജനകീയ പ്രവർത്തനത്തിൽ സജീവമായിട്ട് പങ്കാളികളായിട്ടുണ്ട്. പക്ഷേ തുടർച്ചയായിട്ട് അതിനെ നിലനിർത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് അവർ തന്നെയാണ് അതിൻ്റെ ഉത്തരം പറയേണ്ടത്. ഇനിയും കനോലി കനാലിനെ മാലിന്യവാഹിനിയും രോഗങ്ങളുടെ പ്രഭവ കേന്ദ്രവുമാക്കരുതെന്ന ബോധ്യം ഇതോടെ ഭരണകൂടത്തിനുമുണ്ടായിട്ടുണ്ട്. ദീർഘകാല സംരക്ഷണത്തിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. കനോലി കനാലിന് ഈ ഗ്രീൻ പാർട്ട്നേഴ്സിൻ്റെ സഹായത്തോടെ നമുക്ക് കുറച്ചും കൂടി സസ്റ്റൈനബിൾ ആയിട്ട് ഈ ലോങ് ടേം സൊല്യൂഷൻ വരുന്നവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ നമ്മൾ ആൾറെഡി ഉണ്ടാക്കി അവരെ കുറച്ചും കൂടി ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാം. ജനങ്ങളുടെ അവയർനെസ് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ക്യാമ്പയിൻ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകും. ഈ ഉറപ്പുകൾ പാലിക്കപ്പെട്ടാൽ കനോലിയെ തെളിനീരൊഴുകുന്ന ജലപാതയാക്കാനാകും. ഇല്ലെങ്കിൽ കോഴിക്കോടിന്റെ ശാപമായി വീണ്ടും മാറുന്ന കനോലി കനാലാവും കാത്തിരിക്കുക. ഇപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് കനോലി കനാൽ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്തും ഒരു കറുത്ത ഒരു മലിനജലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അത് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. കുറേ നോക്കി അതെന്താണ് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത്. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള നല്ല നടപടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ജനങ്ങൾ തന്നെ ഈ കനോലി കനാലിലെ ഡംപിങ് എവിടെ ഉണ്ടോ, ഈവൻ ഡംപിങ് ഉണ്ട്, വേസ്റ്റ് ഡംപിങ് ഉണ്ട്. ചില പ്ലേസസിലെ ഡ്രെയിനേജസ് കനോലി കനാലിലേക്ക് കണക്റ്റഡ് ആണ്. സോ അതുപോലെ പ്ലേസസിൽ ജനങ്ങൾക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്വം ഉണ്ടാവണം. നമുക്ക് ഇവിടെ ഈ വേസ്റ്റ് ഡംപ് ചെയ്യാൻ പാടില്ല, ഡ്രെയിനേജ് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പാടില്ല. ഇത് ഹൃദയഭാഗത്തിന് പോകുന്ന ഒരു കനാലാണ്. സോ അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ ഹെൽത്ത് നാടിൻ്റെ ഹെൽത്താണ്. പുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം ശുചിത്വത്തിൻ്റെ പുതിയ സാക്ഷരതാ പാഠങ്ങൾ നാം ചൊല്ലിപ്പഠിക്കേണ്ടി വരും. ശുചീകരണം ജനകീയ ഉത്സവമാക്കിയതുപോലെ സ്വയം മാറാനും മറ്റുള്ളവരെ മാറ്റാനുമുള്ള പുതിയ പാഠങ്ങൾ ശീലമാക്കാൻ കോഴിക്കോടുകാർ തയ്യാറാകണം. ഇവിടെ വന്നിട്ട് നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളൂ, താഴ്ച ഉണ്ടായിട്ടില്ല. 5 പെണ്ണുങ്ങളാണ് ഞങ്ങൾ ആദ്യം വന്നത്. എന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്നത്. ഇവിടെ വടകരയിലെ പച്ചക്കറി മാർക്കറ്റിനെ സജീവമാക്കുന്നത് കുറച്ച് സ്ത്രീ തൊഴിലാളികളാണ്.
ചന്തയും ചുമടെടുപ്പും ആണുങ്ങൾക്കുള്ളതാണെന്ന പൊതുധാരണ തിരുത്തി എഴുതിയ വനിതാ ചുമട്ടുതൊഴിലാളികളെ കാണാവുന്ന ഇടമാണ് ഇത്. ഈ ഇടത്തെക്കുറിച്ചാണ് ഇനി. വടക്കൻപാട്ടിലെ വീരാംഗന ഉണ്ണിയാർച്ചയുടെ പിന്മുറക്കാരുടെ നാടാണ് വടകര. അഭിമാനത്തോടെ എന്ത് ജോലിയും ചെയ്യും ഇവിടുത്തെ പെണ്ണുങ്ങൾ. വടകര പച്ചക്കറി മാർക്കറ്റിൽ വന്നാൽ അറിയാം ഇവിടുത്തെ വനിതകളുടെ കേമം. ആണുങ്ങളുടെ ജോലിയാണ് ചുമടെടുപ്പുന്ന ആ ധാരണ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ തിരുത്തിക്കുറിച്ചവരാണ് വടകരയിലെ ഈ സ്ത്രീ ചുമട്ടുതൊഴിലാളികൾ. 5 പേരിൽ തുടങ്ങിയതാണ് എന്തെങ്കിലും ഒരു ജോലി എന്ന നിലയിൽ. പിന്നെ പിന്നെ ആളുകൾ കൂടി. അങ്ങനെ 35 പേരായി. ഏറ്റവും ആദ്യമെത്തിയവരൊക്കെ പെൻഷൻ പറ്റി. അവരിലൊരാളാണ് ജാനു വേടത്തി. പഴയത് 5 പെണ്ണുങ്ങളാണ് ഞങ്ങൾ ആദ്യം വന്നത്. എന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്നവിടെ. ഞങ്ങൾ ആദ്യം കൊലേൻ്റെ പണിയാണ് തുടങ്ങിയത്. അവിടുന്ന് പിന്നെ പച്ചക്കറി എല്ലാം ഇറക്കൽ തുടങ്ങി. പച്ചക്കറികൾ മാർക്കറ്റിൽ കൊണ്ടു പെണ്ണുങ്ങളങ്ങനെ കുറേ പെണ്ണുങ്ങൾ വന്ന് 35 പെണ്ണുങ്ങളായി. 35 പെണ്ണുങ്ങളായി. എന്നതിന് ശേഷം ഞാളും ഓലും എല്ലാം കൊല കൊണ്ടുവെക്കും. പിന്നെ തോണീൻ്റെ അടുത്ത് ഒരു കൊല വരുത്തുണ്ട്. അതെല്ലാം ഞാൾ കാറ്റുണ്ടാവും. ഇയാളെല്ലാം ഒരു ചാക്കിന് 16 രൂപ വെച്ച് ഇവർക്ക് കൂലി കിട്ടും. തൂക്കവും ദൂരവും കൂടിയാൽ അതിനനുസരിച്ചുള്ള കൂലി വേറെ. ഈ തൊഴിലിൽ തൃപ്തരാണിവർ. അതിനാൽ തന്നെ മടിയൊന്നുമില്ലാതെ തുടരുന്നു. 15ാമത്തെ വർഷം ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളൂ. താഴ്ച ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പിരിയുമ്പോൾ ഒരു പൈസ ഉണ്ടാവും. ഇവിടുത്തെ പൈസ ഒക്കെ ഉണ്ടാവും. പിന്നെ ഓണത്തിന് ബോണസ് ഇല്ല, വിഷുവിന് ബോണസ് ഉണ്ട്. നമുക്ക് ഇത് വായ്പ ലോണായിട്ട് എടുക്കാം. ഓണത്തിന് വിഷുവിന് എടുക്കും. നമ്മൾ ഇതുവരെ ഇതിനെക്കൊണ്ട് തന്നെ മുന്നോട്ട് ഞാൻ വീടെടുത്തോ മക്കളെ കല്യാണം കഴിച്ചെല്ലാം ഇവിടെ വന്നേരം. അങ്ങനെ ഇവിടെ എൻ്റെ മോളെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നേരം ലോൺ എടുത്ത് അങ്ങനെയെല്ലാം ഓരോരോ കാര്യങ്ങൾ നേടി പൈസ ഇവിടെ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. വൈകുന്നേരം പോകും പച്ചക്കറിയെല്ലാം കൊണ്ടുപോകും. അരിയും മീനും ഇതെല്ലാം പുറത്തുനിന്ന് വേണ്ടിയുള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. 75 കിലോ വരെ ചുമടെടുക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. ഭാരം ഇവിടെ ആദ്യം 90-100 വരെ എടുക്കലുണ്ട്. അന്നേരം അവർ ഇപ്പോൾ പോട്ടർമാരെല്ലാം ഇറക്കൂല എന്ന് പറഞ്ഞതിന് ശേഷം വെയിറ്റ് കുറച്ച് 75 ആക്കി. ലാസ്റ്റ് ഇപ്പോൾ 80-82. അതെടുത്ത് വണ്ടി കയറ്റിയിടുന്നുണ്ട്. കുറച്ചില്ല. കാലം ഏറെ മുന്നോട്ട് പോയപ്പോൾ മറ്റു തൊഴിലുകളിലേക്ക് ചേക്കേറി തുടങ്ങി പലരും. കൂടുതൽ ഭാരം ചുമക്കാനും കഴിയാതായി. അതിനാൽ തന്നെ ചുമട്ട് തൊഴിലിന് ആളെത്താതെയുമായി. ഇപ്പം കുറവാ. ഇപ്പം എല്ലാവർക്കും കാലുവേദന, കൈവേദന. ഇപ്പം അധികം ആളും ലീവ് തന്നെയാണ്. ഇപ്പം 10-15 ആളെല്ലാം ഉണ്ടാവുകയുള്ളൂ. ഇല്ല ആരും പണിക്ക് വരുന്നുമില്ല. പിന്നെ ആദ്യം പെൻഷനായി പോയ പോലെ പണിക്കൊന്നും ആൾ വന്നിക്കില്ല. നേരത്തെയുള്ളതുപോലെയല്ല ഇന്നിപ്പോൾ ഇവർക്ക് യൂണിയനൊക്കെയുണ്ട്. CITU, INTUC യൂണിയനുകളിലായി ഇവർ സംഘടനാ പ്രവർത്തനവും നടത്തുന്നു. രാവിലെ 5 മണിക്ക് എത്തുന്നതാണിവർ. 9 മണിവരെ വിശ്രമമില്ലാത്ത ജോലി. അത് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇടവേള ലഭിക്കും. 5 മണിവരെ വടകരയിലെ പച്ചക്കറി മാർക്കറ്റിൽ കാണാം. ഇവരുടെ മാതൃക പിന്തുടർന്ന് സമീപത്തെ മാർക്കറ്റുകളിലും സ്ത്രീ ചുമട്ടുതൊഴിലാളികൾ എത്തിയിട്ടുണ്ട്. ഈ ലക്കം ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.